കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണ്? ഈ ചോദ്യം ഇപ്പോൾ ഉയർത്തിയാൽ ഇപ്പോഴല്ല എപ്പോഴും എല്ലാവരും പറയുക നമ്പർ 1 KPCC പ്രസിഡന്റാണ്, നമ്പർ 2 ഭരണപക്ഷത്താണെങ്കിൽ മുഖ്യമന്ത്രിയാണ്, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്. ചില ഘട്ടങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വരാറുമുണ്ട്. ഇങ്ങനെ മാറി മാറി നിൽക്കാറുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. KPCC പ്രസിഡന്റ് മറ്റൊരാൾ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആയിരിക്കും. ഇത് കോൺഗ്രസിലെ എല്ലാ കാലത്തെയും സ്ഥിതി തന്നെയാണ്. ഇവർ തന്നെയാണ് UDF-ന്റെ നേതാക്കളും. UDF-ലേക്ക് വരുമ്പോൾ UDF-നെ നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകും, വിവിധ ഘടകകക്ഷി നേതാക്കൾ ഉണ്ടാകും. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. മറ്റു നേതാക്കൾ എടുത്തു പറയത്തക്ക ആരുമില്ല. KM മാണി ഉണ്ടായിരുന്നു, അദ്ദേഹവും കൂടി പോയതോടുകൂടി UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിന്റെ രണ്ട് നേതാക്കളും അതിനുശേഷം കുഞ്ഞാലിക്കുട്ടിയും എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസിലാണ് ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുന്നത്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നു. സണ്ണി ജോസഫിന് ഒന്നും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. KPCC പ്രസിഡന്റ് പേരാവൂരിലെ പ്രസിഡന്റായി മാറിയിരിക്കുന്നു എന്ന വിമർശനം വരെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നു. അതും പ്രധാനപ്പെട്ട നേതൃയോഗത്തിൽ KPCC ഓഫീസിൽ KPCC പ്രസിഡന്റിനെ കാണാനില്ല. എല്ലാ ജില്ലകളിലും KPCC പ്രസിഡന്റ് പോകുന്നില്ല. കണ്ണൂർ ജില്ലയിലും അതിനുശേഷം പേരാവൂരിലും ഒതുങ്ങുന്നു KPCC പ്രസിഡന്റ് എന്ന വിമർശനം ഉയർന്നു വന്നു. മറ്റൊന്നുമല്ല കാര്യം, കേരളത്തിലെ കോൺഗ്രസ് എന്ന സംഘടനയെ ചലിപ്പിക്കാൻ സണ്ണി ജോസഫിന് കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പുറത്ത് പ്രതിപക്ഷ നേതാവുണ്ട് VD സതീശൻ. ഇപ്പോൾ കോൺഗ്രസിൽ എല്ലാവരാലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന നേതാവായി VD സതീശൻ മാറുകയും ചെയ്തിട്ടുണ്ട്. പകരമെന്ത്? അതാണ് പുതിയ ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന വാർത്ത. രണ്ടുപേർക്കും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒരാൾക്ക് UDF-നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, മറ്റൊരാൾക്ക് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ രണ്ട് നേതാക്കളെ വീണ്ടും വളർത്തിയെടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ്. അതിന് ഹൈക്കമാൻഡ് ഒരാളെ കേരളത്തിലേക്ക് വിടാൻ തീരുമാനിച്ചു. മറ്റാരുമല്ല, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. അവർ കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് വീടെടുത്ത് താമസിക്കണമെന്നും ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കണമെന്നും സംഘടനയെ ചലിപ്പിക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നും തീരുമാനിച്ചു. എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുന്നു. ഇതിന് മറ്റൊരു കാരണം പറയുന്നുണ്ട്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ ഒക്കെ MLA-മാരും MP-മാരും ഒക്കെയാണ്. അവർക്ക് മണ്ഡലം നോക്കേണ്ടതുണ്ട്. അവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥ ഇന്നില്ല. അതുകൊണ്ട് ദീപാദാസ് മുൻഷി KPCC ഓഫീസിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ചേരുന്ന പ്രവർത്തക സമിതി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന് കേരളത്തിലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമുദായിക സംഘടനകളെ കൂടെ കൂട്ടാൻ കഴിയുന്നില്ല. NSS-ഉം SNDP-യും പൂർണ്ണമായും UDF-ൽ നിന്ന് അകന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ UDF-നെ നയിക്കാൻ ഒരാൾ കൂടി വേണം. അതാര്? ചോദ്യത്തിനുള്ള ഉത്തരം ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. മറ്റാരുമല്ല, രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല UDF-ൽ കൂടുതൽ സജീവമാകണം. സമുദായ നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തണം. എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് നിരന്തരമായി രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികരണം നടത്തണം. അത് തീരുമാനിച്ചിട്ടുണ്ട് പ്രവർത്തക സമിതി എന്ന വാർത്തയാണ് വരുന്നത്. എന്ന് വെച്ചാൽ രണ്ട് നേതാക്കൾ പൂർണ്ണമായും പരാജയമാണ് എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി കഴിഞ്ഞു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ഇവർക്ക് രണ്ടുപേർക്കും പകരമായി വരാൻ പോകുന്നത് മറ്റാരുമല്ല, ഒന്ന് ദീപാദാസ് മുൻഷി KPCC അധ്യക്ഷന്റെ ചുമതല നിർവഹിച്ചുകൊണ്ട് ഇന്ദിരാഭവനിൽ ഉണ്ടാകും. മറ്റൊരാൾ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല പൂർണ്ണമായും ഏറ്റെടുക്കാൻ കഴിയില്ല. എന്നിരുന്നാലും നിരന്തരമായി രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയും സാമുദായിക സംഘടനകളുമായി ചർച്ച ചെയ്ത് അവരെ അനുനയിപ്പിക്കാനും ഒക്കെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തലയെ. എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് വരാൻ പോകുന്നു എന്നർത്ഥം. കുറച്ചു കാലമേ ഉള്ളൂ. അതിനിടയിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും അദ്ദേഹത്തിന് എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ കോൺഗ്രസിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിയുക രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം.
അങ്ങനെ കോൺഗ്രസിനെ സജീവമാക്കിയാൽ മാത്രമേ UDF-നെ സജീവമാക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് UDF-നെയും കോൺഗ്രസിനെയും നയിക്കാനിതാ പുതിയ 2 നേതാക്കൾ കേരളത്തിലേക്ക് വരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ കഴിഞ്ഞ പ്രവർത്തക സമിതി യോഗത്തിന്റെ കേരളത്തെ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനം.